നമ്മളിപ്പോ വന്നിരിക്കുന്നത് ബാംഗ്ലൂർ. നമ്മൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ 4 പേര് ഒരുമിച്ച് ഒരു ടൂറ് വരുന്നത്. അപ്പൊ ഇവിടെ വന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് ഗൈസ്. അത് നമ്മൾ വഴിയെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അത് സപ്പോർട്ടൊക്കെ ചെയ്യണം. നമ്മൾ സർപ്രൈസ് ആയിട്ട് അത് റിവീൽ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് ഗൈസ്. നമ്മുടെ ഹോട്ടലിൽ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളു. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതെ, അച്ഛനും ഫസ്റ്റ് ഞങ്ങളുടെ ബുദ്ധിപൂർവ്വം നമ്മൾ ഓർഡർ ബുക്ക് ചെയ്തിട്ട് അതിപ്പോ ഫ്ലോപ്പ് ആയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോ 700 മീറ്റർ ഉണ്ടോ, നമുക്ക് നടന്നാലോ എന്ന് തീരുമാനിക്കുകയാണ്. നമ്മൾ നടക്കാന്ന് തീരുമാനിച്ചോണ്ടാണ് ഞാനത് ക്യാൻസൽ ചെയ്തത്. ഗൈസ്, ഒരു ഊബറിൽ ബുക്ക് ചെയ്തപ്പോ 60 രൂപ, ഇവിടെ ഞാൻ ചോദിച്ചപ്പോ 100 രൂപയുള്ളൂ. ഈ 40 രൂപയ്ക്കാണ് നിങ്ങൾ നടക്കുന്നത് അല്ലേ? അല്ല, പിന്നെ നമുക്ക് ഓട്ടോയിൽ തന്നെ പോവാം. 2 ഓട്ടോ വിളി. ഓക്കെ, വാ പോവാം. എന്നാ പിന്നെ നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. കമോൺ. അങ്ങനെ നീണ്ട നടത്തത്തിന് ശേഷം നമ്മൾ സിഗ്നേച്ചർ ഇന്നലെ എത്തിയിരിക്കുകയാണ്. ഒരുപാട് ദൂരമൊന്നും ഇല്ലായിരുന്നു ഗൈസ്. 700 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരെ ഇങ്ങ് നടന്നു പോന്നു. അതുകൊണ്ട് നമ്മൾ ഓട്ടോ ഒന്നും വിളിച്ചില്ല ഗൈസ്. നമ്മൾ നടന്നു വന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ ബാംഗ്ലൂർ കാണാനല്ലേ ഇറങ്ങിയത്. സോ നമ്മൾ ബാംഗ്ലൂർ ട്രാഫിക് കണ്ടിങ് എത്തി. ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ ഫുഡ് സ്പോട്ട്സ് ആണ് ഗൈസ്. റെഡി ആയി ഫ്രഷ് ആയി നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങാം. ചെക്ക് ഇൻ ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മള് റിസപ്ഷനിൽ ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ ബുക്ക് ചെയ്ത ടൈമിൽ നമുക്ക് ഒരു നോൺ എ സിയും ഒരു എ സി ആയിരുന്നു കിട്ടിയിരുന്നത്. അത് നമ്മൾ 2 AC റൂം ആക്കി മാറ്റി. നമ്മൾ എക്സ്ട്രാ കാശൊക്കെ കൊടുത്ത് കഴിച്ചു. നമ്മൾ ഓൺലൈൻ നോക്കിയപ്പോ അവൈലബിൾ അല്ലാന്നാ കാണിച്ച എ സി. അതുകൊണ്ടാണ് ഓൺലൈൻ ബുക്ക് ചെയ്തത്. ഇതൊക്കെ ഇവരുടെ ട്രിക്കാണ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് വിചാരിച്ചു നമുക്ക് ഈ ഹോട്ടൽ ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ ബാംഗ്ലൂർ വരുന്നവർക്കാണ്. പക്ഷെ അവന്മാർ നമ്മളെ കത്തി. സോ നമ്മൾ ഈ ഹോട്ടൽ മലയാളികളാണ് ഗൈസ്. നമ്മളിപ്പോ 4th ഫ്ലോർ ആണ് നമ്മുടെ റൂംസ് ഉള്ളത്. നമ്മുടെ റൂം ബോയ് ഇപ്പൊ വരും ഗൈസ്. നമുക്കിനി ലിഫ്റ്റിൽ കയറി അങ്ങ് പോവാം. അവര് ടർക്കിയും ഒക്കെ ആയിട്ട് നമുക്ക് വരും. ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡിലേക്ക് റൂമാണ് നമ്മുടേത്. ബട്ട് നമ്മള് കൊടുത്ത പൈസ വെച്ചിട്ട് അത്ര നമുക്ക് ബാംഗ്ലൂർ വന്ന് നമ്മൾ താമസിക്കാനല്ലല്ലോ വന്നത്. ബാംഗ്ലൂർ നമ്മൾ ചില്ല് ചെയ്യാൻ നേരത്ത് നമുക്കൊന്ന് കിടക്കാൻ സ്റ്റേ ചെയ്യാൻ റൂം വേണം. അഡ്ജസ്റ്റബിൾ ആണ്. ഞാൻ കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു വൈഡ് ഇട്ട് ഇവിടെ മൂലയെന്ന് എടുത്തേന്ന് തോന്നുന്നു. അപ്പുറത്തെ സ്നേഹം കിടക്കും. സ്ഥലമില്ല, 2 പേർക്ക് കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഒരു ബെഡ് ഇങ്ങനെ നിരത്തി ഇടണം. 3 പേർക്കാണ് ഗൈസ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ഒരു റൂം. അപ്പൊ ഞാൻ ഇച്ചിരി വലിയ റൂമാന്ന് വിചാരിച്ചു. നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. നമുക്ക് വെക്കാൻ പറ്റും. ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാലോ? വെളിയിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പോയി ഫുഡ് കഴിക്കാം. അതെ, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇതുവരെ കഴിച്ചില്ല ഗൈസ്. അപ്പൊ നമുക്കിനി കഴിക്കണം. നല്ല വിശപ്പുണ്ട് ഗൈസ്. ബിക്കോസ് ഇന്നലെ ഡിന്നർ നേരത്തെ കഴിച്ചിട്ട് നേരത്തെ അവിടെ ഉറങ്ങി. അതുകൊണ്ട് നമ്മൾ ഇനി ഫ്രഷ് ആയിട്ട് നേരെ റെസ്റ്റോറന്റിലേക്കാണ് ഗൈസ് പോകുന്നത്. നല്ല വിശപ്പുണ്ട്, നമുക്ക് കഴിക്കാം ഗൈസ്. നമ്മൾ അങ്ങനെ ഫ്രഷ് ഒക്കെ ആയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലായിടത്തും ഒരു മലയാളി ടച്ച് ഉണ്ട്. നമ്മുടെ ഹോട്ടല് മലയാളിയായിരുന്നു. പിന്നെ ഇവിടെയും കുറെ പേര് മലയാളികളൊക്കെ കണ്ടു. ഇതൊരു മലയാളി ഏരിയ ആണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഒരു മലയാളികൾ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ ചുമക്ക് പള്ളിയിൽ പോകണം. അപ്പൊ ഇവരെ നമ്മൾ ഹോട്ടലിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രഷായി പള്ളിയിലേക്ക് പോവുകയാണ്. നമ്മൾ കേരള പൊറോട്ടയാണ് ഞാനും അസ്നയും പറഞ്ഞിരിക്കുന്നത്. അസറും അച്ചും പ്ലെയിൻ ദോശ. ഫുഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നല്ല കിടിലൻ ചമ്മന്തി. സത്യം നല്ല അടിപൊളി ചമ്മന്തി. ദോശയൊക്കെ ഉണ്ടല്ലോ, ചൂടായിട്ട് ചുട്ട്. ചുമ്മാ ഒരു ദോശ ട്രൈ ചെയ്തില്ലേ, പൊളിയായിരുന്നു. പുള്ളിക്കറി മറ്റേ തക്കാളിക്കറി ഉണ്ടല്ലോ, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് സാർ. കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി അണ്ട മുറുകിക്ക. നമ്മളപ്പോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചായ പറഞ്ഞായിരുന്നു. നമ്മൾ 3 പേർക്കാണ് ചായ പറഞ്ഞത്. അങ്ങനെ ചായ വന്നിട്ടുണ്ട്. ചായയുടെ പ്രത്യേകത 4 ഗ്ലാസ് ചായ ഇല്ല കേരളത്തില്, അത്ര കാണത്തുള്ളൂ ഇവിടുത്തെ ചായ ഗൈസ്. അങ്ങനെ നമ്മള് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി, ഷോപ്പിങ്ങിന് ഇറങ്ങി ഗൈസ്. അപ്പൊ നമ്മള് ഇപ്പൊ ചിലപ്പോ ചിക്ക്പേട്ടിലെ ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പൊ നമ്മള് ചുമ്മാ രാവിലെ പോയിട്ട് സ്ഥലമൊക്കെ ഒന്ന് നോക്കി വെക്കാന്ന് വിചാരിച്ചെങ്കിൽ നമുക്ക് വൈകുന്നേരം പർച്ചേസ് ചെയ്യാലോ ഗൈസ്. ആവശ്യത്തിന് അധികം പർച്ചേസ് ചെയ്യും. ഇതൊക്കെ ഭയങ്കര വിലക്കുറവല്ലേ. അതെ, നമ്മൾ അങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞത് 60 റുപ്പീസ് ആണ്. അവരിനി അധികം വല്ലതും പറയുമെന്ന് അറിയില്ല. ഒരു ഓട്ടോയിൽ 3 പേരെ കയറ്റത്തുള്ളൂ. അപ്പൊ അച്ചു വേറെ ഓട്ടോയിലും ഞങ്ങൾ 3 പേര് വേറെ ഓട്ടോയിലാണ്. അച്ചു മുമ്പിൽ പോയിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് അച്ചുവിനെ കണ്ടുപിടിക്കാൻ തപ്പി പിടിക്കാൻ എനിക്ക് ഇനി എവിടാന്ന് അറിഞ്ഞുകൂടാ. പ്രൈസ് കം करने के लिए സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നെന്ന് തോന്നുന്നു. ഹിന്ദി അറിയാത്തോണ്ട് മലയാളം എടുത്ത് ഇപ്പൊ ഓർക്കുന്ന. അന്ന് ഹിന്ദി എടുത്താൽ എന്തെങ്കിലുമൊക്കെ ഹിന്ദിയിൽ പറയാൻ പറ്റും. ഏതായിരുന്നോട്
ട്വിസ്റ്റ് ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യയിൽ പ്ലസ് ടു കോളേജിൽ ഉറപ്പായിരുന്നു. ഫസ്റ്റിനകത്ത് ഈ ചേട്ടനായിട്ട് സംസാരിച്ച് വേറെ വഴി കൂടെ ഒക്കെയാ പോകുന്നത്. എന്തോന്ന് ഇനി അറിഞ്ഞൂടെ. ഇനിയിപ്പം അച്ചുക്കെ പോയിട്ട് നമ്മൾ തപ്പി പിടിക്കണം അച്ചുക്ക് എവിടാന്ന്. അല്ല നമ്മളിപ്പോ ഡൗട്ടിലാണ് അച്ചുവഴിക്കുന്നിടത്തോട്ടാണോ നമ്മൾ പോകുന്നത്. ആയിരിക്കും ഇനി അറിയാൻ വയ്യ. ഇതിപ്പോ വേറെ ഏത് വഴിയാന്ന് നമുക്ക് ഒരു വഴി അറിഞ്ഞൂടല്ലോ. ഞാൻ അച്ചുക്കുട്ടനെ വിളിച്ച് ലൈവ് ലൊക്കേഷൻ വാങ്ങിക്കാൻ പറയാം. ശുഭപ്രതീക്ഷ. ഇവിടെ ഓരോന്നിനും ഓരോ ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഏരിയ ഫുള്ള് ലൈറ്റ്, അതായത് ഇന്റീരിയർ ഡെക്കോർ ലൈറ്റ്സ്, ഹാങ്ങിങ് ലൈറ്റ്സ്, സ്ട്രിപ്പ് ലൈറ്റ്സ്, അങ്ങനത്തെ ടൈപ്സ് ഓഫ് ലൈറ്റ്സിന്റെ ഒരു ഏരിയ ആണ് ഈ ഒരു ഫുള്ള് ലൈന് മൊത്തം. സ്വിച്ച്, ഫാന്, അങ്ങനത്തെ ഇലക്ട്രിക്കൽ സാധനങ്ങളിലേക്ക് വന്നു. അച്ചുക്ക് ഇനി എവിടാന്ന് അറിഞ്ഞൂടെ. ലൈവ് ലൊക്കേഷൻ എന്തായാലും അയക്കാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടാ മതിയായിരുന്നു. നല്ല നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ റേറ്റ് എത്രയാന്ന് അറിയത്തില്ല. മാറ്റുകള് അങ്ങനെ സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ജുമായിക്ക് കയറി ഗൈസ്. ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ വന്ന് ഞാൻ ജുമായിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. പള്ളി കാണാനും പള്ളി പരിസരം കാണാനും അവിടുത്തെ ആൾക്കാരെ കാണാനും. ഗൈസ് അങ്ങനെ പള്ളി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ പൊടിയാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. ഫസ്റ്റിനകത്ത് നമ്മളൊരു ഓട്ടോയിൽ കയറ്റി വിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മൂന്നുപേരും കൂടെ ഇവിടെ പാനിപൂരി, അതായത് ഞാൻ ഇവരൊക്കെ ഓട്ടോയിൽ കയറി പോകുന്നതിന് മുന്നേ ഞാൻ പാനിപ്പൂരല്ല സമൂസ ചാട്ടാണ് മേടിച്ചത്. അപ്പോഴത്തേക്ക് ഫസ്റ്റിന് കയറി അങ്ങ് പോയി. സോ നമുക്ക് മൂന്നുപേരും കൂടി ഇത് കഴിക്കാം. ഓക്കെ, ഡെസ്റ്റിനേഷനിലോട്ട് പോകണ്ടേ? ഓക്കെ. അപ്പൊ നീ കഴിക്കുന്നില്ലല്ലേ? അതിനുള്ള ഓട്ടോ ഓർഡർ ചെയ്യണം. ആണോ? എന്നാ അങ്ങോട്ട് മാറി ഓർഡർ ചെയ്തോ. ഗൈസ് നമ്മുടെ ഊബർ ചേട്ടൻ വരാറ്. അതിന് മുന്നേ നമുക്ക് തിന്നിറക്കണം. കാണിക്കൂ. ഭയങ്കര ബ്ലോക്ക് കേട്ടോ, ഭയങ്കര ബ്ലോക്ക്. ബാംഗ്ലൂർ വണ്ടറിലേക്ക് കയറാൻ പറ്റാത്തവര് ബാംഗ്ലൂർ വന്ന് ഓട്ടോ പിടിച്ചാൽ മതി. ഇങ്ങനെയൊക്കെയാ പോകുന്നത്. ഓക്കെ ഓക്കെ, ഇറങ്ങി. നമ്മളൊരു ചായ തേടി അലഞ്ഞതാണ്ട് ബാംഗ്ലൂർ ഒരു KGF പോലത്തെ ഒരു സ്ഥലത്തെത്തി. മറൈൻ ഡ്രൈവ് പോലത്തെ സ്ഥലത്തെത്തി. ഇവിടെ ഒന്നും ചായ ഇല്ലല്ലോ. ചായക്കടയൊക്കെ ചായയുടെ കപ്പ് കണ്ടോ? ഇച്ചിരി കുടിത്തോളൂ. 3 സിറപ്പ് ചുമയുടെ മരുന്ന് കൊടുക്കുന്ന കൊടുക്കുന്ന ചായ തപ്പി ഇറങ്ങിയാണ് കൈസ്. നല്ല തലവേദന. ഈ സ്ഥലം കണ്ടിട്ട് ഒരു ചായ മണക്കുന്നുണ്ട്. ഇത് അങ്ങനത്തെ ഒരു സ്പോട്ടാണ്. ശരിയല്ലേ? ഇത് ചായക്കടയല്ലേ? അല്ലല്ല. പക്ഷെ ഇവിടുത്തെ പൊല്യൂഷൻ നോക്കണം. എന്തൊരു സ്ഥലമാണോ. ഞാനങ്ങ് മടുത്ത്. കണ്ണിലും വായിലും മൂക്കിലൊക്കെ ഒരു കട്ട മണ്ണുണ്ട് ഇപ്പൊ. ബാംഗ്ലൂർ സിറ്റിയിൽ വന്നിട്ട് ഇടുക്കിയിലെ ക്ലൈമറ്റ് കിട്ടുമോ നിനക്ക്? പൊടി പൊടി. ഗൈസ് അങ്ങനെ ഒടുക്കൻ ചുമയുടെ മരുന്ന് കുടിക്കുന്ന പോലെ അടപ്പിലാണെങ്കിലും ചായ കിട്ടി. ഗൈസ് അപ്പൊ ഇന്നത്തെ അലച്ചിലൊക്കെ ശേഷം ഞങ്ങൾ കുറെ ഷോപ്പിലൊക്കെ കയറി. ഗൈസ് ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി അസുഖം എടുത്തോന്ന് എനിക്കറിയത്തില്ല. നമ്മളിനി ഒരു സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടി വണ്ടിക്ക് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ വരുന്ന വണ്ടി എർത്തിക്കുകയാണ് ഗൈസ്. അതെ അതെ അതെ, നമ്മൾ ഇത്രയും നേരം ഓട്ടോ ആണ് ബുക്ക് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ഇതാ കുറച്ച് റിച്ച് ആയിട്ട് എർത്തിക്ക ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലാൽബാഗിലേക്കാണ് പോകുന്നത്. അവിടെ എന്താ ഉള്ളതെന്നൊന്നും അറിയാം. അവിടെ എന്തോ ഗാർഡൻ അല്ലേ? അച്ഛനാണോ ഇത് പ്രിഫർ ചെയ്തത്? അത് മാത്രമല്ല ബാക്കി എല്ലായിടത്തും 5:30 ക്ലോസ് ചെയ്യും. ഇവിടെ മാത്രമാണ് 7 മണി വരെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകാന്ന് വിചാരിച്ചപ്പോ നമ്മുടെ വണ്ടി എത്താറായോ? മൈ ഗോഡ്. അപ്പൊ നമ്മൾ ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണല്ലേ? വെറും 3 മിനിറ്റ് മാത്രം. അതുവരെ